ഹലോ, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ എന്ന് പറയുമ്പം എല്ലാവരും ഒരു കൂളായിട്ടൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ദിവസമായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും അമ്മയും അർഷിയും കൂടെ രാവിലെ അമ്പലത്തിൽ വന്നേക്കോട്ടോ. ഞാൻ കുറേ നാളായി അമ്പലത്തിൽ വന്നിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും മാത്രം നമ്മുടെ ഇവിടെ പട്ടെടുക്കുന്ന ഒരു വഴിപാടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടിട്ട് 21 പട്ട് കിട്ടുക, അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു വഴിപാട്. ഞാനും പട്ടൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഹർഷു ഹർഷു ഈ കൊച്ചിന്റെ കണ്ണ് വെയിലടിക്കണേ, എൻ്റെ പൊന്നിൻ്റെ കണ്ണേല്. അങ്ങനെ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്കൊരു ഓട്ടോ കിട്ടിയായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ട് മേളിലാണ് വീട്. പിന്നെ ഓട്ടോറിക്ഷ കിട്ടിയോണ്ട് നമ്മൾ അതിലങ്ങ് പോയതാണേ. അപ്പോൾ കണ്ണാപ്പിയും ചേട്ടനും ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ണാപ്പി രാവിലെ ഉറക്കൊന്നും എണീക്കാതെ ഇങ്ങനെ കിടക്കും കേട്ടോ ഞങ്ങൾ വന്നപ്പം. അപ്പോൾ നമ്മൾ രാവിലെ പോയി അമ്പലത്തിലെ കാപ്പിയൊന്നും കുടിക്കാതെ പോയി. അപ്പോൾ അമ്മ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ പോയി. ഇനി അതിനകത്ത് കടുവും കൂടെ വറുത്തിട്ടാൽ മതി. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് ചായയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പാപ്പൻ നിന്നാൻ നിൽക്കുവാണോ? പാപ്പൻ വേണ്ടേ? ആ സമയം കൊണ്ട് കണ്ണാപ്പി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവനെ അങ്ങനെ ചേച്ചി പല്ലൊക്കെ തേപ്പിക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അവൻ ഗുഡ് ബോയ് ആയിട്ട് പല്ലൊക്കെ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറുമാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഇഡലി സാമ്പാറും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലി സാമ്പാറും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 3 നേരവും ഞാൻ അത് തന്നെ കഴിക്കും. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഇഡലി സാമ്പാറും. അങ്ങനെ ഇഡലിയൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇഡലിയും സാമ്പാറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഇഡലി സാമ്പാറുമായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് നമ്മൾ കഴിക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവരിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ കണ്ണാപ്പിക്കും കുഞ്ഞുവാവയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരെയും കഴിപ്പിച്ചിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാവ ഭയങ്കര നിർബന്ധമായിരുന്നു, കഴിക്കുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ തൻ്റെ അരിയൊക്കെ അടുപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ കാപ്പിയുടെ കുറച്ച് പാത്രങ്ങളും ഒക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെക്കുകയാണ് ഞാൻ. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ അമ്മ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കും. എന്തോ കണ്ടാ നിൽക്കുന്നേ? ഒത്തിരി നിപ്പുണ്ടോ? അപ്പോൾ നമ്മുടെ ഇതൊരു 2-3 റംബുട്ടാൻ്റെ മരം നിൽപ്പുണ്ട്. അപ്പോൾ ഈ വർഷം അത് ആദ്യമായിട്ട് കായ്ച്ചതാണ് കേട്ടോ. ഇത്രയും നാൾ അതിൻ്റെ ചുറ്റും റബ്ബറായിരുന്നു. അപ്പോൾ റബ്ബറൊക്കെ മുറിച്ചപ്പോഴത്തേക്ക് നമ്മുടെ റംബുട്ടാൻ കാ പിടിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അവരത് രണ്ടുപേരും കൂടെ പിടിച്ച് കെട്ടാനൊക്കെ നോക്കുമായിരുന്നു, ചേട്ടനും അനീഷേട്ടനും ഒക്കെ. അപ്പോൾ അവരെ മേളിൽ കയറി നിൽക്കുന്നതിന് അർഷി അവരെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അവിടെ അവനും കയറാനായിട്ട്. റംബുട്ടാനൊക്കെ അങ്ങോട്ട് പിടിച്ച് വരുന്ന സമയം തൊട്ടേ ഇത് വവ്വാലടിച്ചിടാനായിട്ട് തുടങ്ങും. പിന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പൊഴിഞ്ഞു പോകും. പിന്നെ അർഷിക്കൂട്ടം വഴക്കുണ്ടാക്കി അവനെയും കൂടെ എടുത്തങ്ങ് കൊടുത്തു കേട്ടോ. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള തോരനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിയാനായിട്ട് ഞാനങ്ങ് പോയായിരുന്നു. പിന്നെ റംബുട്ടാനൊക്കെ പിടിച്ചിട്ടിട്ട് ചേട്ടനൊക്കെ വന്നായിരുന്നു. പിന്നെ ചേട്ടൻ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അർഷിക്കൂട്ടം വഴക്കായിരുന്നു. പിന്നെ അവനെ കൊണ്ടുപോയി ഉറക്കി. പിന്നെ തലേദിവസം രാത്രിയിൽ മെഷീനിൽ കുറച്ച് തുണിയൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വിരിക്കാനായിട്ട് പോവുക. അപ്പോൾ ഈ മുളകെല്ലാം ഇവിടെ തന്നെ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ അതെല്ലാം ഉണക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. വല്ലപ്പോഴും വെയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാം നമ്മൾ വാരിയിട്ട് ഉണക്കിയെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ട് കയറി വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഒന്ന് എണ്ണ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാവോ എന്ന്. അങ്ങനെ ചേച്ചി എണ്ണയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ അടുത്തൊരു കടയിൽ വിളിച്ച് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെ അതൊക്കെ കഴുകി ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ കറി വെച്ചോളും. അങ്ങനെ അമ്മ കറി വെക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആവുന്ന സമയം കൊണ്ട് ചേച്ചി അവിടെ നിന്ന് ചക്കയൊക്കെ അരിയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കും ചേട്ടനും പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു കേട്ടോ. കൊട്ടാരക്കര വരെ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി കൊട്ടാരക്കരയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് പോയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കണ്ണാപ്പിയും കുഞ്ഞൂസും ഒക്കെ ഞങ്ങളെ നോക്കി നിൽക്കുമായിരുന്നേ. പിന്നെ നമ്മുടെ കണ്ണാപ്പി ഇവിടെ വലിയ പണിയിലാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം തൊട്ടേ എല്ലാം ചെയ്യാൻ പഠിപ്പിക്കണം. അവരുടെ ഡ്രസ്സ് കഴുകാനും അവർ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകാനും പിന്നെ വീടൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അത് ആൺകുട്ടികളെ പെൺകുട്ടികളെ നമ്മൾ ഒരുപോലെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നായിരുന്നു. അപ്പോൾ നമുക്കിന്നിവിടെ ചക്ക വേവിച്ചതും ചിക്കൻ കറിയും ബീട്രൂട്ടും പയറും തോരനൊക്കെ ആയിരുന്നു കേട്ടോ.
കണ്ണാ ഇങ്ങോട്ടേക്ക്. പിന്നെ ചേട്ടനും അനിയനും കൂടെ പാളയ്ക്കകത്ത് കയറിയിരുന്ന് ഭയങ്കര കളിയായിരുന്നേ. അത് കണ്ടുകൊണ്ട് ഇവിടെ വേറൊരാളും കൂടെ പാളയ്ക്കകത്ത് കയറിയിരിപ്പുണ്ട് കേട്ടോ. കണ്ണനും ചേച്ചിയും കൂടെ മാറി മാറി അനീഷേട്ടനെ പാളയ്ക്കകത്ത് വലിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരുന്ന് വൈകിട്ട് കോട്ടയത്തോട് തിരിച്ചു പോവുക. കണ്ണന് നാളെ സ്കൂളിൽ പോകണം, പിന്നെ ചേട്ടനും ചേച്ചിക്കൊക്കെ ജോലിക്ക് പോകണം. വൈകിട്ട് 5:30 അവർക്ക് ബസ്. അങ്ങനെ അവരങ്ങ് കോട്ടയത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അവർക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ കൊടുത്ത് വിടുവാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ കറികളൊന്നുമില്ല, അച്ചാറും തോരനും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. കണ്ണൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് ആശാന് പോകുന്ന കാര്യം പറയുമ്പോൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ അവർ കൊണ്ടുപോകുമ്പോൾ അങ്ങ് പോകുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഇനി കുറച്ച് തുണിയൊക്കെ പറക്കാനുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ കഴുകിയിട്ടുന്ന തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പറക്കി അകത്തോണ്ടിടാനായിട്ട് പോവാണ്. പൊന്നെ എവിടെ പോകുന്നോ? ഞങ്ങൾ കോട്ടയത്ത് പോവാ. കുഞ്ഞുവാവ പിന്നെ അവരുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ്റെ കയ്യിൽ തന്നെ കയറിയിരിക്കുമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സങ്കടം അവർ പോകുമ്പോൾ. അവനിങ്ങനെ എല്ലാവരും വേണം ചുറ്റിനും. ചാടി കയറാൻ പോകുന്നു. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി. ചേട്ടൻ കൊട്ടാരക്കര ആക്കാനായിട്ട് പോവുക കേട്ടോ. അവരെന്നും കാറിലാണ് വരുന്നത്. അപ്പോൾ വേറെ കാറ് സർവീസിന് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇപ്രാവശ്യം വന്നപ്പം ബസ്സിൽ പോവുക കേട്ടോ. അങ്ങനെ 5:30 ബസ്. അപ്പോൾ അതിനായിട്ട് അവർ നേരത്തെ പോയി. ഹർഷിക്ക് ഭയങ്കര വിഷമോ, എല്ലാവരും പോകുമ്പം അവർ പോകുമ്പോൾ ഭയങ്കര വിഷമോ, കണ്ണനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴും അവന് ഭയങ്കര വിഷമോ. പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങ് ഗ്ലൂമി ആയിട്ടിരിക്കും. പോയോ? കുഞ്ഞിൻ്റെ അത്തും മാമോനും ചേട്ടനും ഒക്കെ പോയി, കോട്ടയത്ത് പോയി. ഇനി അവര് അടുത്ത ആഴ്ച വരത്തുള്ളൂ, അല്ലയോ? ഇതാണ് എൻ്റെ അശുവിൻ്റെ പരിപാടി. ഇത് ചാരി നിൽക്കല്. വേണ്ട 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 വേണ്ട. അയ്യ, നാക്ക് നീട്ടിച്ച് കൊച്ചാന്ന് പറയട്ടെ. അങ്ങനെ അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പപ്പയും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഗ്ലൂമി ആയിട്ടിരുന്ന ഹർഷി ഒന്ന് ഓണായി. പപ്പയും അമ്മയും കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ പപ്പയും അമ്മയും കൂടെ വന്നിട്ട് അമ്മ നാളെ രാവിലെ ഇനി പോകത്തുള്ളൂ, പപ്പ രാത്രി തന്നെ അങ്ങ് പോവും. പിന്നെ ഹർഷിക്കുട്ടൻ വണ്ടിയിലൊക്കെ കയറി അമ്മ അടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങ് തൂത്തു വാരാനൊക്കെ പോയി കേട്ടോ. അത്യാവശ്യം ചവറൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ തൂത്തു വാരിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയും പപ്പയും കൂടെ വന്നപ്പം മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതമ്മ ചെത്തിയൊക്കെ തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ ബീഫ് വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്നിട്ട് അമ്മ തന്നെ അത് കറിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ പോകാനായിട്ട് ഇറങ്ങി. പപ്പയ്ക്ക് രാത്രി തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് പപ്പ പോവുക കേട്ടോ. പതുക്കെ പോണേ. പിന്നെ പപ്പ അങ്ങ് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അമ്മമാർ രണ്ടുപേരും കൂടി ഇരുന്ന് തുടരെ സിനിമ കാണുമായിരുന്നു അമ്മയുടെ ഫോണിൽ. അത് കഴിഞ്ഞ് പിന്നെ മോൻ ഉറങ്ങാനുള്ള ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. അവൻ ഉറങ്ങുന്ന സമയമാകുമ്പോൾ ഒരു നിർബന്ധമൊക്കെ ഉണ്ട്. അങ്ങനെ അതായിട്ട് ഇരിക്കുമായിരുന്നു. ഏട്ടൻ വരാൻ കുറച്ചും കൂടെ താമസിക്കും. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഞാനും ഫുഡ് കഴിക്കത്തുള്ളൂ. ഏട്ടന് ഞാനും കൂടെ കഴിച്ചിട്ടായിരിക്കും കേട്ടോ പിന്നെ ആയിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സൺഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.